ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി മീൻകറിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. ഈ ഒരു കറിയിൽ നമ്മൾ ഉള്ളി തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. അങ്ങനെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ്. ഇത്രയും മസാലപ്പൊടികൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു പൊടികളൊക്കെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടണം. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടിയൊക്കെ ഈ ഒരു എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ ഇതാ ഇതിവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ എടുക്കാം. വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഇതുപോലെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഓരോരോ മീൻ കഷ്ണങ്ങളായിട്ട് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ കുത്തി ഉടച്ചെടുക്കരുത്. ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം. അങ്ങനെ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. ഈ കറി ഒന്ന് കുറുകി ഒന്ന് വറ്റി വരും. ആ ഒരു സമയം വരെയാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഈ ഒരു കറി നമ്മൾ ഇന്ന് റെഡിയാക്കി പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു ഉപ്പും പുളിയൊക്കെ ഒരു മീനിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുടംപുളി ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇവിടെ ആർക്കും കുടംപുളി അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വാളംപുളി ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡിയായി. നമ്മൾ ഈ ഒരു കറിയിലേക്ക് തക്കാളി ഉള്ളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വഴറ്റി സമയം കളയാതെ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണിത്. നമ്മുടെ ടേസ്റ്റി മീൻകറി അങ്ങനെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്.